മനസ്സാറേ, നമ്മുടെ ജെയുടെ ഫസ്റ്റ് സെഷൻ എക്സാം കഴിഞ്ഞു അല്ലേ? ഇനി എന്തൊക്കെ എക്സാംസ് ആണ് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളത്? ടീച്ചറെ, നമുക്കിനി വരാനുള്ളത് മെയിൻ ആയിട്ടും നമ്മുടെ ജെയുടെ സെഷൻ 2 എക്സാം ഉണ്ട്, ബിറ്റ്സാറ്റിന്റെ എക്സാം ഉണ്ട്, കുസാറ്റിന്റെ എക്സാം ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം കീം എക്സാം ഉണ്ട്, പിന്നെ നമ്മുടെ ജെഇ അഡ്വാൻസ്ഡ് എക്സാം ഉണ്ട്. അങ്ങനെ പല എക്സാം ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എക്സാമുകൾ. ഇനി വരുന്ന മെയിൻ എക്സാംസ് അല്ലേ? സോ അപ്പൊ ഈ ഒരു എക്സാംസ് ഇനി വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇനി ഏകദേശം കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അവർ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്? ടീച്ചറെ, കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ബ്രില്യന്റിലെ ഏതെങ്കിലും പ്രോഗ്രാമിലുള്ള കുട്ടികൾ, അതായത് നമ്മുടെ ബ്രില്യന്റിന്റെ കുട്ടികൾ എന്നും, പിന്നെ ബ്രില്യന്റിലെ ഒരു പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ. ഇപ്പൊ ബ്രില്യന്റിലെ കുട്ടികൾ നമ്മുടെ മോഡൽ എക്സാമുകളൊക്കെ എഴുതി അവരുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ബ്രില്യന്റിലെ ഒരു പ്രോഗ്രാമിലും ജോയിൻ ആകാത്ത കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഉള്ള എക്സാമുകളിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ബോർഡ് എക്സാം ഒക്കെ കഴിയുവാണല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയാൽ ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ടീച്ചറുടെ ചോദ്യം അല്ലേ? അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മുടെ ബ്രില്യന്റ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് BTS. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ടീച്ചറെ, ഈ ഒരു ടൈമിൽ കൂടുതലും മോഡൽ എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടേക്കുള്ള എക്സാമിനെ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പരിപാടി. പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടി. ഇനിയിപ്പോ നമ്മൾ തിയറിയേക്കാൾ കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതാണല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം. അപ്പൊ നമ്മുടെ ബ്രില്യന്റിലെ ചുണക്കുട്ടികളുടെ കൂട്ടത്തിൽ ഈ മോഡൽ എക്സാമുകൾ എഴുതാനുള്ള ഒരു അവസരമാണ് ഈ BTS എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് നമ്മുടെ ബ്രില്യന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഏത് ഫോമിലാണ് സാർ നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? ടീച്ചറെ, അത് എക്സാക്ട് നമ്മുടെ എക്സാമുകളുടെ ഫോർമാറ്റിൽ CBT ആയിട്ടാണ് നമ്മുടെ എക്സാമുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള, അതെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായിട്ടാണ് നമ്മളിപ്പം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് അത്യാവശ്യമാണെങ്കിൽ അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് എഴുതാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഓഫ്ലൈൻ സെന്ററുകളിലേക്ക് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഞാൻ ഈ എക്സാമിനെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എൻട്രൻസ് രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന 150-ൽ പരം പരീക്ഷകളാണ് ഇതാ കുട്ടികളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ എക്സാമുകൾ എഴുതുമ്പോൾ അവർക്ക് ഇത്തവണ ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ അവരിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ അവർക്ക് എക്സാമുകളിലേക്ക് നേരിട്ടില്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക, അവര് പ്രാക്ടീസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ്. കാര്യം ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിനും വരാൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള, ചാൻസ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫസേഴ്സ് പറഞ്ഞു തരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ടീച്ചറെ, ഈ പരീക്ഷ കഴിയുമ്പോൾ ആ പരീക്ഷയുടെ റാങ്ക് അനാലിസിസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കുട്ടികളുടെ ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടി നമ്മുടെ ബ്രില്യന്റിലെ ചുണക്കുട്ടികളുടെ കൂട്ടത്തിലാണ് ഇവർ ഈ എക്സാം എഴുതുന്നത്. അപ്പൊ അവരുടെ ഒപ്പം ഒരു റാങ്ക് ലിസ്റ്റ് അവർക്ക് പബ്ലിഷ് ചെയ്യും. അപ്പം അവരുടെ ഒരു ലെവൽ, അതായത് എത്രത്തോളം റാങ്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. സ്റ്റുഡൻസ് ഒന്നിച്ച് എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എവിടെയാണ് അവരുടെ റാങ്ക് എന്നുള്ളത് നിശ്ചയിക്കാം. മാത്രമല്ല ഇവർ എഴുതുന്ന ടീച്ചറെ, ഇവർ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഭാഗമാവുകയാണെങ്കിൽ ഇവർ എഴുതുന്ന നമ്മുടെ ബ്രില്യന്റിലെ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഇവർ ഈ എക്സാം എഴുതുന്നത്. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. മാത്രമല്ല ഈ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫാക്ടറുകൾ എന്ന് പറയുന്നത്. അതായത് ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതണമെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഇവർക്ക് നമ്മുടെ സെന്ററുകളിൽ വന്ന് എക്സാം എഴുതാൻ സാധിക്കും. ആ ഓഫ്ലൈൻ സെന്ററുകൾ ഏതാണെന്ന് ടീച്ചർ ഒന്ന് പറയാമോ? പറയാം. നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, പാല, എറണാകുളം, തൃശൂർ, കോട്ടയ്ക്കൽ, കോഴിക്കോട് ആൻഡ് കണ്ണൂരാണ് സെന്ററുകൾ വരുന്നത്. ഈ സെന്ററുകളിൽ പോയിരുന്ന എക്സാം എഴുതണമെങ്കിൽ എഴുതാം. അത് കൂടാതെ ഇവർക്ക് ഇവരുടെ സ്വന്തം വീട്ടിലിരുന്ന് CBT ബേസ്ഡ് എക്സാം എഴുതാനും സാധിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് കിട്ടുന്ന ടോപ്പ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ സർ? ടീച്ചറെ, ഈ പ്രോഗ്രാമിൽ, അതായത് BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ലേണിംഗ് ആപ്പ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ലേണിംഗ് ആപ്പിൽ ഇവർക്ക് ഇത് കൂടാതെയുള്ള എക്സാമുകൾ എഴുതാനും മാത്രമല്ല റിവിഷൻ ക്ലാസ്സുകൾ കാണാനുമുള്ള സൗകര്യങ്ങളുണ്ട്. എക്സ്ട്രാ എക്സാംസും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിനും, അതായത് അവർക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ടോപ്പിക്കിന്റെ ഒരു റിവിഷൻ ക്ലാസ് കാണണമെങ്കിലുള്ള സൗകര്യം. ടീച്ചർ നമ്മുടെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് അറിയാലോ. ലേണിംഗ് ആപ്പ് ലഭിക്കുക എന്ന് പറയുമ്പോൾ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആപ്പിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ലേണിംഗ് ആപ്പ് സൗജന്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ കൂട്ടത്തിൽ ലഭിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് സ്കീംസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബ്രില്യന്റിന്റെ ഏത് പ്രോഗ്രാമിനാണ് സ്കോളർഷിപ്പ് ഇല്ലാത്തത്? ടീച്ചറെ, JEE മെയിൻസ് ഫസ്റ്റ് സെഷന്റെ ഒരു റാങ്ക്, അതായത് അതിന്റെ ഒരു സ്കോർ നോക്കിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു സ്കോളർഷിപ്പും ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർ, അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ? ഇനി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ടീച്ചറെ, നമ്മുടെ എല്ലാ കോഴ്സിലും ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ brilliantpala.org എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഹൗ ടു രജിസ്റ്റർ എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സൈറ്റിൽ പോവുക, വ്യക്തമായിട്ട് BTS എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കയറി അതെല്ലാം നോക്കുക. ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാർ പറഞ്ഞതുപോലെ അതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൗ ടു രജിസ്റ്റർ ഫോർ BTS എന്നുള്ള വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
Brilliant Study Center, India's #1 coaching center for NEET and JEE.